5,91,194 അതിദരിദ്രരുണ്ട് എന്ന് നിയമസഭാ രേഖ. കഴിഞ്ഞ മാസം 30-ാം തീയതി ഷൊർണൂർ MLA പി മമ്മിക്കുട്ടിക്ക് മന്ത്രി GR അനിൽ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. സർക്കാർ വെച്ചമാണ് ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അത് തുടക്കത്തിലെ തന്നെ പറയാം. കാരണം സർക്കാർ വെച്ച ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ പരിധിയിൽ നിന്നാണ് സർക്കാർ 60,004 എന്നൊരു കണക്ക് പറയുന്നത്. പക്ഷേ നിയമസഭയിൽ മന്ത്രി GR അനിൽ നൽകിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ പറയുന്നത് ചോദ്യം ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള റേഷൻ കാർഡുകൾ എത്ര പേർക്ക് നിലവിലുണ്ട് എന്ന് വിശദീകരിക്കാമോ എന്നുള്ളതാണ്. അതിന് മറുപടിയായി മന്ത്രി GR അനിൽ പറയുന്നത് സംസ്ഥാനത്ത് 5,91,194 AAY കാർഡുകൾ നിലവിലുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അന്ത്യോദയ അന്ന യോജന പ്രകാരമുള്ള കാർഡുകൾ 5,91,194 ഉണ്ട് എന്നുള്ള കാര്യം മന്ത്രി പറയുന്നു. അപ്പോൾ അതിദരിദ്രർ എന്നുള്ള കണക്കിൽ പെടുത്തി നൽകിയിട്ടുള്ള റേഷൻ കാർഡ് ഉടമകളുടെ കാര്യമാണ് ഈ പറയുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചോദ്യമായി ഇതിൽ പാലക്കാട് ജില്ലയിലും ഷൊർണൂർ മണ്ഡലത്തിലും എത്രയുണ്ട് എന്ന് വിശദീകരിക്കാമോ എന്ന് ഷൊർണൂർ MLA ആയ മമ്മിക്കുട്ടി ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയായി പറയുന്നത് പാലക്കാട് ജില്ലയിൽ മാത്രം 49,530 അതിദരിദ്ര കുടുംബങ്ങളിലുള്ള റേഷൻ കാർഡ് ഉടമകളുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു മണ്ഡലത്തിൽ തന്നെ, ഒരു ജില്ലയിൽ തന്നെ, പാലക്കാട് ജില്ലയിൽ തന്നെ 49,000 എന്നുള്ള കണക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഷൊർണൂർ മണ്ഡലത്തിൽ 2,957 എന്നുള്ളതാണ് ഷൊർണൂർ മണ്ഡലത്തിലെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ 49,000-ലധികം വരുന്ന ആളുകൾ ഒരു ജില്ലയിൽ, പാലക്കാട് പോലെയുള്ള ഒരു ജില്ലയിൽ അതിദരിദ്രരുടെ പട്ടികയിൽ, സർക്കാരിൻ്റെ പട്ടികയിൽ ഉണ്ട്, റേഷൻ കാർഡ് ഉടമകളുടെ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ നിയമസഭാ രേഖ എന്തായാലും വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷം ഈ നിയമസഭാ രേഖ ഉയർത്തിയാണിപ്പോൾ സർക്കാർ നേരത്തെ അവകാശപ്പെടുന്ന സംസ്ഥാനം അതിദരിദ്ര മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള ആ ഒരു നീക്കത്തിനെ പ്രതിരോധിക്കുന്നത്. ഈ കണക്കുകൾ തെറ്റാണ് എന്ന് അവർ വാദിക്കുന്നത് ഈ നിയമസഭാ രേഖ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. ഈ രേഖ അനുസരിച്ചാണ് എങ്കിൽ 5 ലക്ഷത്തിലധികം വരുന്ന 5,91,000 അധികം വരുന്ന ആളുകൾ അതിദരിദ്രരുടെ റേഷൻ കാർഡും അത് സംബന്ധിച്ച ആനുകൂല്യങ്ങളും പറ്റുന്നുണ്ട്. മഞ്ഞ റേഷൻ കാർഡുള്ള ഉടമകളുടെ കണക്കാണിത്. അങ്ങനെയുള്ള ആളുകൾ കേന്ദ്രത്തിൻ്റെതടക്കം സംസ്ഥാനത്തിൻ്റെതടക്കമുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ കൈപ്പറ്റുന്നവരാണ് എന്നുള്ളതാണ് ഈ രേഖ വ്യക്തമാക്കുന്നത്.